ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിന്ന് ഇവിടെ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് വേറൊരാളോട് പറയും, എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നും പറയും. അപ്പോൾ അത് നമ്മളെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാഡ് ടു എന്നുള്ളത്. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ടു പ്ലസ് വെർബ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. യെസ്റ്റർഡേ ഐ ഹാഡ് ടു ഗോ ടു കോട്ടയം, ദാറ്റ്സ് വൈ ഐ കുഡിൻറ്റ് കം. ഓക്കെ, അതായത് ഇന്നലെ എനിക്ക് കോട്ടയം വരെ പോകേണ്ടി വന്നു, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഹാഡ് ടു ഗോ ടു കോട്ടയം, അതായത് കോട്ടയം വരെ പോകേണ്ടി വന്നു. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഐ കുഡിൻറ്റ് കം, എനിക്ക് വരാൻ സാധിക്കാഞ്ഞത്. അടുത്തത്, ഐ ഹാഡ് ടു ടേക്ക് മൈ ബ്രദേഴ്സ് ചൈൽഡ് ടു സ്കൂൾ, ദാറ്റ്സ് വൈ ഐ ആം ലേറ്റ്. അതായത് എനിക്ക് സഹോദരൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടേണ്ടി വന്നു, അതിനാലാണ് വൈകിയത്. അതായത് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ഐ ആണ്, പിന്നെ ഹാഡ് ടു ചേർത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വെർബായിട്ടുള്ള ടേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ ബസ് വാസ് സോ പാക്ഡ്, ഐ ഡിഡിൻറ്റ് ഗെറ്റ് എ സീറ്റ്, സോ ഐ ഹാഡ് ടു സ്റ്റാൻഡ് ഓൾ ദ വേ അപ്പ് ടു കോട്ടയം. അതായത് ബസ് വാസ് സോ പാക്ഡ് എന്ന് വെച്ചാൽ ബസ് നിറച്ച് യാത്രക്കാരായിരുന്നു. ഐ ഡിഡിൻറ്റ് ഗെറ്റ് എ സീറ്റ്, എനിക്ക് സീറ്റ് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഐ ഹാഡ് ടു സ്റ്റാൻഡ്, അതായത് സബ്ജക്റ്റ് ഐ ആണ്, പിന്നെ ഹാഡ് ടു ചേർത്തിരിക്കുന്നു. അതിനുശേഷം സ്റ്റാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹിം ടു കം ടു ദ മൂവി ആൻഡ് ഹി കെയിം, സോ ഐ ഹാഡ് ടു ടേക്ക് ഹിസ് ടിക്കറ്റ് ടു. അതായത് ഞാൻ അയാളോട് പടം കാണാൻ വരുന്നോ എന്ന് ചോദിച്ചതാണ്, അയാൾ വന്നു, അതാണ് ഹീ കെയിം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ ടിക്കറ്റ് കൂടി എടുക്കേണ്ടി വന്നു. അതായത് സോ ഐ ഹാഡ് ടു ടേക്ക്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, പിന്നെ ഹാഡ് ടു ചേർത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടേക്ക് എന്ന് പറയുന്ന വെർബാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത്, ഡിഡിൻറ്റ് ഹാവ് ടു, അതായത് നെഗറ്റീവ് ഫോമാണ്, ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഡിൻറ്റ് ഹാവ് ടു. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഐ ഡിഡിൻറ്റ് ഹാവ് ടു ഗോ ദെയർ, എനിക്ക് അവിടെ പോകേണ്ടി വന്നില്ല. അപ്പം ഇവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിനുശേഷം ഡിഡിൻറ്റ് ഹാവ് ടു, അത് കഴിഞ്ഞിട്ട് വെർബ് ഏതാണോ അത് ചേർക്കുക. അടുത്തത്, വി ഡിഡിൻറ്റ് ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ദ ക്യൂ, ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വി ആണ്, അതിനുശേഷം ഡിഡിൻറ്റ് ഹാവ് ടു ചേർത്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ വെർബായിട്ടുള്ള സ്റ്റാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, മൈ ഫാദർ ഡിഡിൻറ്റ് ഹാവ് ടു സ്റ്റേ ലോങ് ഇൻ ദ ഹോസ്പിറ്റൽ, എൻ്റെ അച്ഛന് അധിക നാൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ മൈ ഫാദർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിനുശേഷം ഡിഡിൻറ്റ് ഹാവ് ടു, അത് കഴിഞ്ഞ് സ്റ്റേ എന്ന് പറയുന്ന വെർബ്.
അടുത്ത എക്സാമ്പിൾ, വി ഡിഡിൻ ഹാവ് ടു വോക്ക് ഓൾ ദ വേ. ഞങ്ങൾക്ക് അങ്ങു വരെ നടക്കേണ്ടി വന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ വി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിനുശേഷം ഡിഡിൻ ഹാവ് ടു, അത് കഴിഞ്ഞിട്ട് വെർബായിട്ടുള്ള വോക്കാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈസി ആയി കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലത്തെ സെൻറ്റൻസുകൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. ഡിഡ് യു ഹാവ് ടു, അതായത് ചെയ്യേണ്ടി വന്നോ എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഡിഡ് യു ഹാവ് ടു. നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. ഡിഡ് യു ഹാവ് ടു സ്റ്റാൻഡ് ഓൾ ദ വേ. നിങ്ങൾക്ക് അങ്ങുവരെ നിൽക്കേണ്ടി വന്നോ? അങ്ങുവരെ എന്നുള്ളതിനെയാണ് ഓൾ ദ വേ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്തത്, ഡിഡ് യു ഹാവ് ടു സഫർ എ ലോട്ട്. നിനക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നോ? ഡിഡ് യു ഹാവ് ടു സഫർ എ ലോട്ട്. അടുത്തത്, ഹൗ മച്ച് ടൈം ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ ബസ്. താങ്കൾക്ക് എത്ര സമയം ബസ് കാത്തു നിൽക്കേണ്ടി വന്നു? എത്ര സമയം എന്നുള്ളതിനെയാണ് ഹൗ മച്ച് ടൈം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.